ഗവൺമെന്റ് എല്ലാവിധ സഹായം ചെയ്യും. ആ സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് റെന്റ് തന്നാൽ മതി. അത് വേണം, നമുക്ക് റെന്റ് തന്നാൽ മതി. ആ റെന്റിന്റെ ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ സപ്ലൈക്കോയ്ക്ക്. അപ്പൊ 100 രൂപയ്ക്ക് മറ്റ് ഏജൻസികൾ വിൽക്കുന്ന മുളക് നിങ്ങൾക്ക് 75 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. മാർക്കറ്റിൽ 100 രൂപ ഉള്ളപ്പോ 50 രൂപ ലാഭം കൂടി ഉണ്ടാക്കി. അല്ലെങ്കിൽ ഒരു 10 രൂപ നമ്മൾ എടുത്തെന്ന് വെക്കും, റെന്റ് നമ്മൾ അത്രയൊക്കെ എടുക്കുള്ളൂ. ബാക്കിയുള്ള പൈസ സപ്ലൈക്കോ ലാഭത്തിലാണ്. അപ്പൊ സർക്കാരിന്റെ മുമ്പിൽ ചെന്ന്, ധനകാര്യ വകുപ്പിന്റെ മുമ്പിൽ ചെന്ന് ഞങ്ങൾക്ക് സബ്സിഡി ഒന്നും വേണ്ടത്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന്. നമ്മുടെ ഓണാഘോഷങ്ങളുടെ തുടക്കമായി ഓണം മെഗാ ട്രേഡ് ഫെയർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സാധാരണ തിരുവനന്തപുരത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കാറുള്ളത്. ഈ പ്രാവശ്യം വളരെ നേരത്തെ എറണാകുളത്ത് അതിൻ്റെ ആദ്യ തുടക്കം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ ഫെയർ സന്ദർശിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട 13 സബ്സിഡി ഐറ്റംസ് ഉണ്ടോ എന്നാണ് പരിശോധിച്ചത്. വളരെ ഭംഗിയായി ഏറ്റവും നിലവാരമുള്ള 13 സബ്സിഡി ഐറ്റംസും ഈ മെഗാ ഫെയറിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ബാക്കിയൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് സബ്സിഡിയുള്ള 13 ഐറ്റംസാണ്. അതിവിടെ വളരെ മുമ്പ് തന്നെ എത്തിച്ച് വളരെ ഭംഗിയായി അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഞാൻ മന്ത്രിയെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും അത് ഉണ്ടാകാറില്ല, പല സപ്ലൈ ഫെയറിലും പലപ്പോഴും അത് ഉണ്ടാകാറില്ല. ഈ പ്രാവശ്യം അത് ഭംഗിയായും വൃത്തിയായും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം മന്ത്രി തന്നെ പറഞ്ഞു, ധനകാര്യ വകുപ്പിൽ നിന്ന് പൈസ കൊടുത്തു. നമ്മുടെ മുൻഗണനകളിൽ ഒന്നാണ് മാർക്കറ്റിൽ ഇടപെട്ട്, പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടായാൽ അതിൻ്റെ 3 ഇരട്ടി കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും. ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കും. പരിക്കൊത്തിരി വില കൂടിയ ഈ പറയുന്ന ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ വെറുതെ വില കൂടും. അത് കൃത്രിമമായ വിലക്കയറ്റമാണ്. ഈ 2 തരത്തിലുള്ള വിലക്കയറ്റവും എപ്പോഴും മാർക്കറ്റിലുണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ. സപ്ലൈകോ ആ ധർമ്മം ഭംഗിയായി നിർവഹിച്ചാൽ നമുക്ക് മാർക്കറ്റിലെ വില, ഏറ്റവും മിനിമം കൃത്രിമമായ വിലക്കയറ്റത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആഘോഷവേളകളിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്. അത് പോരാ. അപ്പം അല്ലാത്ത സമയത്തും എല്ലാ ദിവസവും വിലവിവര പട്ടിക പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഭാവിയിൽ സപ്ലൈകോയെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലല്ല, മറിച്ച് സ്വതന്ത്രമായി നിലനിൽക്കാൻ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനം കൂടിയാക്കി വളർത്താൻ ഉദ്ദേശിക്കുന്നു. അതനുസരിച്ചുള്ള സബ്സിഡി ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സപ്ലൈകോയുടെ പരിപാടിയിൽ തന്നെ വലിയ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത് അവർ ക്രോപ്പ് സീസണിൽ, ഇപ്പം അവിടെ നമ്മൾ കണ്ടില്ലേ മുളക് വെച്ചിരിക്കുന്നത് കണ്ടു. മുളക് ഗുണ്ടൂരിലാണ് ഉണ്ടാകുന്നത്, ആന്ധ്രയിലെ. അവർ ക്രോപ്പ് സീസണിൽ അവിടെ അത് ആ സീസണിൽ വാങ്ങിക്കും. അപ്പോൾ ചിലപ്പോൾ 25 രൂപയ്ക്ക് കിട്ടും. ചിലപ്പോൾ അത് വലിയ ലക്ഷക്കണക്കിന് ടൺ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വയ്ക്കും. ഓഫ് സീസൺ വരുമ്പോൾ 25 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 100 രൂപയ്ക്ക് വിൽക്കും. ആകെ ചെലവെന്താണ്? ആകെ ചെലവ് ഈ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. നമുക്ക് തുടങ്ങാം സ്റ്റോറേജ് ഫെസിലിറ്റി. ഞങ്ങൾ സപ്ലൈകോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആദ്യം 5 ഐറ്റം, ഈ 13 ഐറ്റത്തിൽ ഒരു 5 ഐറ്റം അവർ സ്റ്റോറേജ് ഫെസിലിറ്റി തുടങ്ങട്ടെ. നല്ല സമയത്ത് വില കുറവിൽ വാങ്ങിച്ച് ഒരു സ്റ്റോർ ചെയ്യട്ടെ. അതിന് ഗവൺമെന്റ് എല്ലാവിധ സഹായം ചെയ്യും. ആ സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് റെന്റ് തന്നാൽ മതി. അത് വേണം, നമുക്ക് റെന്റ് തന്നാൽ മതി. ആ റെന്റിന്റെ ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ സപ്ലൈകോയ്ക്ക്. അപ്പൊ 100 രൂപയ്ക്ക് മറ്റ് ഏജൻസികൾ വിൽക്കുന്ന മുളക് നിങ്ങൾക്ക് 75 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. മാർക്കറ്റിൽ 100 രൂപ ഉള്ളപ്പോൾ 50 രൂപ ലാഭം കൂടി ഉണ്ടാക്കി. അല്ലെങ്കിൽ
ഒരു 10 രൂപ നമ്മൾ എടുത്തെന്ന് വെക്കുക, റെന്റ് നമ്മൾ അത്രയൊക്കെ എടുക്കുള്ളൂ. ബാക്കിയുള്ള പൈസ സപ്ലൈക്കോ ലാഭത്തിലാണ്. അപ്പൊ സർക്കാരിന്റെ മുമ്പിൽ ചെന്ന്, ധനകാര്യ വകുപ്പിന്റെ മുമ്പിൽ ചെന്ന് ഞങ്ങൾക്ക് സബ്സിഡി ഒന്നും വേണമെന്ന്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വരുമാനം ഉണ്ടാക്കാം, സെൽഫ് ജനറേറ്റിംഗ് ആവാം. അത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. സപ്ലൈകോയെ വരുമാനമുള്ള ഒരു സ്ഥാപനമാക്കി വളർത്തുക എന്നത്. കൂടെ അവര് 3 പേരും കൂടി പറഞ്ഞത് ധനകാര്യ വകുപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവും സാരം. ധനകാര്യ വകുപ്പ് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയണത്. പക്ഷെ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ രീതിയിൽ വളർന്നു വരണം. ഞങ്ങൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും സ്വകാര്യവൽക്കരിക്കില്ല, മറിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാക്കുക എന്നുള്ളതാണ്. ഇതൊരു സ്വപ്നമാണ് സപ്ലൈകോയെ കുറിച്ച്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രീ അനൂപ് ജേക്കബ് മന്ത്രി എന്ന നിലയിൽ ഇങ്ങോട്ട് വരുന്നത് ഈ സ്റ്റൈലിലായിരിക്കില്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മാറ്റം കൂടി സപ്ലൈകോയിൽ ഉണ്ടാകും. മാർക്കറ്റിൽ കൃത്യമായ ഇടപെടലുണ്ടാകും. ജനങ്ങളോടൊപ്പം വിലക്കയറ്റം ഉണ്ടായാൽ പൊറുതിമുട്ടുന്നത് സാധാരണക്കാരും പാവങ്ങളും ആയിട്ടുള്ളവരാ, അവരെ ചേർത്ത് നിർത്തും. ഈ ഓണം അങ്ങനെ എല്ലാവരും സന്തോഷകരമായി ഒരുമിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരോടൊപ്പം ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഓണക്കാലത്ത് ആദ്യമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണം മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ആദ്യമേ ഞാനൊരു വലിയ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. അദ്ദേഹം ഈ ഓണക്കാലത്തേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ച് നൽകിയത് 253 കോടി രൂപയാണ്. സമീപകാല ചരിത്രത്തിൽ ഇത്രയും തുക ഓണക്കാലത്ത് ഒരേ അവസരത്തിൽ നൽകിയത് ഈ ഗവൺമെൻറ്റാണ് എന്നത് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ട്രേഡ് ഫെയർ. ഇവിടെ കോഴിക്കോടും തിരുവനന്തപുരത്തും സമാനമായ നിലയിൽ നടത്തുന്ന ട്രേഡ് ഫെയറുകൾ, ഒപ്പം തന്നെ വിവിധ ജില്ലാ ഫെയറുകൾ 13-ാം തീയതിയോടെ ആരംഭം കുറിക്കുകയും എല്ലാ നിയോജകമണ്ഡല തലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ പ്രത്യേക നിയോജകമണ്ഡല ഫെയറുകൾ നടത്തുകയാണ്. ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് പരമാവധി വിപണിയെ സമീപിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കൂടുതൽ എത്തിച്ചേരാൻ കഴിയുകയും അവരവിടെ വന്ന് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിപണിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാവുന്ന ക്രോപ്പ് ഫെയിലിയേഴ്സ് പോലും നമ്മുടെ വിപണിയെ പ്രതിഫലിക്കും. അങ്ങനെ ഉണ്ടാവുന്ന വിലവ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുക എന്നത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെ. ഇന്ന് ഈ ട്രേഡ് ഫെയർ നിങ്ങൾക്കറിയാം, ഇവിടെ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ മറ്റ് സ്റ്റോളുകളുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിംഗ് അനുഭവം ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് സമ്മാനിക്കുക എന്ന വലിയൊരു ഉദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് വരും വർഷങ്ങളിൽ മെട്രോ നഗരങ്ങളിൽ നിന്ന് പുറമെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഘട്ടം ഘട്ടമായി നമുക്ക് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അതെല്ലാം വളരെ കേന്ദ്രീകൃതമായി കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഈ ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിലൂടെയും സപ്ലൈകോയുടെ സ്റ്റോറുകളിലൂടെയും കേരളത്തിൽ വിതരണം ചെയ്യുവാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വിപണിയിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. പരിമിതികൾ ധാരാളമുണ്ട്, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ. പക്ഷെ അതൊന്നും ഒരു വെൽഫെയർ മെഷേഴ്സിനെയും ബാധിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ തുക ആവശ്യാനുസരണം ഇന്ന് സപ്ലൈകോയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 13 സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത, അതിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതൊക്കെ അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ പല സന്ദർഭങ്ങളിലായി ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകി വരുന്നുണ്ട്. സ്നേഹിതരെ, ഇത് തീർച്ചയായിട്ടും നമുക്കിതിനോടനുബന്ധമായി OMSS റേറ്റിലുള്ള അരിയും റേഷൻ കടയിലൂടെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള അരിയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെ സ്റ്റോള് ഇതിനോടനുബന്ധിച്ചുണ്ട്. കൃഷി വകുപ്പിൻ്റെ ഹോർട്ടികോർപ്പും തീർച്ചയായിട്ടും സപ്ലൈകോയുടെ വിവിധ ഫെയറുകൾ കേന്ദ്രീകൃതമായി കൊണ്ടുവരികയാണ്. അപ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതുവഴി ലഭ്യമാക്കാൻ കഴിയും. ഒപ്പം തന്നെ സർക്കാരിൻ്റെ തന്നെ വിവിധ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഓണച്ചന്തകളും സപ്ലൈകോയുടെയും ഹോർട്ടികോർപ്പിൻ്റെ എല്ലാം കൂടി സംയുക്തമായുള്ള
പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏറെ മാറ്റങ്ങൾ നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മുടെ വിപണിയിൽ ആശ്വാസമാവുന്ന നിലയിലുള്ള ഇടപെടലുകൾ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നടത്തുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇന്ന് ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഏറെ തിരക്കുകളുടെ ഇടയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വേദിയിൽ ഉപവിഷ്ടരായി ബഹുമാനപ്പെട്ട MP, മേയർ, ബഹുമാനപ്പെട്ട MLA മാർ, വിവിധ കക്ഷി നേതാക്കൾ അടക്കം, സപ്ലൈകോയുടെ MD അടക്കം എൻ്റെ ഉദ്യോഗസ്ഥർ, തീർച്ചയായിട്ടും അവരുടെ എല്ലാം വലിയൊരു സഹകരണം ഈ സംരംഭത്തിന് ഉണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാം സാന്നിധ്യത്തിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.